4 പതിറ്റാണ്ടിലേറെ മാൻപവർ രംഗത്ത് പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് യുവാക്കളുടെ കരിയർ യാത്രയ്ക്ക് വഴികാട്ടിയായ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ AI അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു. നാല് പതിറ്റാണ്ടുകൾ പിന്നിട്ട് മുന്നേറുന്ന സീഗൾ ഇന്റർനാഷണലിന്റെ വളർച്ച അർപ്പണബോധത്തിന്റെയും ആത്മാർത്ഥ സേവനത്തിന്റെയും വിജയഗാഥയാണെന്ന് ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ പറയും. സീഗളിന്റെ ഒരു തുടക്കം 1985 എൻ്റെ പിതാവ് ശ്രീ കെ മധുസൂദനാണ്. സീഗൾ ഒരു ചെറിയൊരു സ്ഥാപനമായിട്ട് ഇന്ന് നമ്മളിരിക്കുന്ന ഈ ഒരു ക്യാബിൻ്റെ 4 മാത്രമുള്ള ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ സീഗൾ തുടങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞ 40 വർഷമായിട്ട് ഒരു 50 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഒരു 5000 സ്ക്വയർ ഫീറ്റുള്ള ബോംബെയിലെ ഒരു ഓഫീസിലേക്കുള്ള മാറ്റം, അത് വളരെയേറെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് സീഗളിന് 18 ബ്രാഞ്ചുകളുണ്ട്, 12 രാജ്യങ്ങളായിട്ട്. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ, ഇന്ത്യയിൽ തന്നെ എല്ലാ മെട്രോ സിറ്റിയിലുണ്ട്. ബോംബെ, ഡൽഹി, കൽക്കട്ട, ചെന്നൈ. അതുകൂടാതെ നമുക്ക് കൊച്ചിയിലുണ്ട്, വൈശാഖിലും ബറോഡയിലും എല്ലാം നമ്മുടെ ഓഫീസസ് ഉണ്ട്. ഇത് ശരിക്കും നമ്മൾ കഴിഞ്ഞ 40 വർഷമായിട്ട് കണക്കുകൾ അനുസരിച്ച് 3 ലക്ഷത്തിൽ പരം ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാണ് നമ്മുടെ കണക്കാക്കുന്നത്. കാര്യം ഏകദേശം നമ്മളൊരു 15,000 തൊട്ട് 20,000 ആൾക്കാർക്ക് ഒരു വർഷം നമ്മൾ ഗൾഫിലേക്ക് മാത്രം ജോലി പ്രദാനം ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ ഡൊമസ്റ്റിക് റിക്രൂട്ട്മെൻറ്റ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം നമ്മളൊരു 1000-2000 ആൾക്കാരുടെ ജോലികൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ കമ്മീഷനിങ് വേണ്ടിയിട്ടുള്ള ഒരു 70% ആൾക്കാരെയും സീനിയർ ലെവലിലുള്ള പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് തൊഴിലില്ലായ്മ. എന്നാൽ മാനവ വിഭവശേഷി മേഖലയിലെ പുതിയ സാധ്യതകളും യുവതലമുറയുടെ കഴിവുകളും വലിയ പ്രതീക്ഷകളാണ് നൽകുന്നതെന്ന് സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയാണ്. പക്ഷേ നമ്മളുടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേൾഡിലെ 3ാമത്തെ വിദ്യാഭ്യാസത്തിൽ ലോകത്തിൽ തന്നെ 3ാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ, ഹയർ എഡ്യൂക്കേഷനകത്ത്. പക്ഷെ എന്തുകൊണ്ടോ നമ്മളുടെ കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന പ്രധാനം നമുക്ക് ജോലി കിട്ടുന്നില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ യുവാക്കളാണ്. 65% വരുന്ന നമ്മുടെ യുവാക്കൾ 35 വയസ്സിന് താഴെയുള്ള, അതിൽ 54% വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സിന് താഴെയാണ്. ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള യുവജനങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആവറേജ് ഏജ് ഒരു 29.8 ജപ്പാൻ്റെ ഒക്കെ ആണെങ്കിൽ 48. അങ്ങനെ പല രാജ്യങ്ങളും, ഇപ്പോൾ ജർമ്മനിയും വല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ റഷ്യയുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും 35 വയസ്സിന് മുകളിലുള്ള ആവറേജ് ഏജാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സാധ്യതകളിൽ ധാരാളമാണ്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾ റഷ്യയിൽ സ്റ്റാർട്ട് ചെയ്തു. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഞങ്ങൾ ഫെബ്രുവരിയിൽ നമ്മുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിനകം റഷ്യയിലെ 1 മില്യൺ 10 ലക്ഷം ആൾക്കാർ വൃദ്ധരാകുകയാണ്. അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും. അവർക്ക് 10 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെ അവർക്ക് ജോലിക്ക് ആവശ്യമുണ്ട്. അവർ നോർമലി അവരെടുത്തുകൊണ്ടിരുന്ന അവരുടെ അഡ്ജോയിനിങ് കൺട്രീസ് ആയിരുന്ന കസക്കിസ്ഥാൻ, ദഗിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. പക്ഷേ എന്തൊക്കെ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ കാരണം അവരിപ്പം ഇന്ത്യയിലേക്കും നേപ്പാൾ, ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കും ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസിലൊക്കെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെൻറ്റ്സാണ് ഇപ്പോൾ അവർ കൂടുതൽ നോക്കുന്നത്. അവസരങ്ങൾ തിരിച്ചറിയാനും പ്രയോജനപ്പെടുത്താനും യുവാക്കളെ പ്രാപ്തരാക്കേണ്ടതിന്റെ ആവശ്യകതയും വിശദീകരിക്കുന്നു. കാരണം ഇന്ത്യയുടെ മാൻ പവറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്. ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അവരത് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ ആൾക്കാർക്കുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ മാൻ പവർ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും വളരെ ഡിമാൻഡിങ് ആണ്. അതുമാതിരി തന്നെ യൂറോപ്പിൽ, ഇപ്പോൾ ജർമ്മനിയിലേക്ക് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. പക്ഷേ അതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ജർമ്മനി അതേമാതിരി തന്നെ ഒരു ഏജിങ് പോപ്പുലേഷനാണ്. അവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് എക്കോണമിയിൽ വരുന്ന രാജ്യമാണ് ജർമ്മനി. പക്ഷെ അവിടെ ജോലി ചെയ്യാൻ ആൾക്കാരുടെ കുറവാണ്. പക്ഷെ അവരുടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാജ്യം മുന്നേറുന്നുണ്ടെങ്കിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്തതാണ് തൊഴിലവസരങ്ങൾ കുറയാനുള്ള കാരണമെന്നും വിലയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മൾ ഇന്ത്യ. പക്ഷെ നമ്മളുടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടോ ജോലി
അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമല്ല നമ്മളുടെ ഇന്ത്യയിലുള്ളത്. അതിപ്പോൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളുടെയോ അധ്യാപകരുടെയോ പഠിക്കുന്ന കുട്ടികളുടെ കുഴപ്പമില്ല. നമ്മൾ ശരിക്കും വർഷങ്ങളായി പിന്തുടർന്ന് വന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മളൊരു ടീച്ചർ സെൻട്രിക് സിസ്റ്റമാണ് നമ്മൾ. അതിൽ നിന്ന് നമ്മൾ ലേണേഴ്സ് സെൻട്രിക്കിലേക്ക് മാറ്റിയിട്ട് ഇന്ന് നമ്മൾ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനകത്ത് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ആ രീതിയിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. 3,50,00,000 സ്റ്റുഡൻസ് ആണ് ഈ കോളേജിലും സ്കൂളിലും ഒക്കെ ആയിട്ട് ഒരു വർഷം പഠിക്കുന്നത്. ഏകദേശം 90 ലക്ഷത്തിൽ കൂടുതൽ ഗ്രാജുവേറ്റ്സ് കംപ്ലീഷൻ ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10,500 15,500 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ആ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഏകദേശം 15 ലക്ഷം എഞ്ചിനീയേഴ്സാണ് ഓരോ വർഷം പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കും ജോലി സാധ്യതയില്ല. കാര്യം മെജോറിറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് നമ്മൾ പഠിച്ചിട്ട് ഇറങ്ങുന്നതില ഏകദേശം ഒരു 20% അടുത്തുള്ളവർക്ക് മാത്രമേ ജോലികൾ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള 80% ജോലി കിട്ടുന്നില്ല. അവർ വേറുള്ള എന്തെങ്കിലും ബിസിനസ്സിലേക്കോ വേറുള്ള മേഖലകളിലേക്കൊക്കെ പോകേണ്ട ഒരു സ്ഥിതി വിശേഷമാണ്. ഇപ്പോൾ കേരളത്തിലെ മാത്രം ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 80കളിലും 90കളിലൊക്കെ നമുക്ക് 7-8 എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പഠിച്ച് ഇറങ്ങുന്ന കുട്ടികളെല്ലാവരും ഇമ്മീഡിയറ്റ്ലി പ്ലേസ്മെൻ്റ് ആവുകയും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പല കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്നവർ ഈ അന്ന് പഠിച്ചിറങ്ങിയ എഞ്ചിനീയേഴ്സാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ എഞ്ചിനീയറിങ് സ്വകാര്യവൽക്കരിച്ചതോടുകൂടിയൊക്കെ എല്ലാവരും റിസൾട്ടിൻ്റെ പുറകിലേക്ക് പോവുകയും ക്വാളിറ്റി ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ എഡ്യൂക്കേഷൻ നമ്മൾ താഴേക്ക് വന്നു. അതാണ് പ്രധാനമായിട്ടുള്ളൊരു പ്രധാന കാരണം. നമുക്ക് ഈ ജോലി നഷ്ടപ്പെടാനുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ന് വളരെയേറെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ്. ഇപ്പോൾ നമ്മൾ വേൾഡിൽ തന്നെ 4ാമത്തെ എക്കോണമി ആയിട്ട് വളർന്നു കഴിഞ്ഞു. നമ്മൾ 4 മേജർ ട്രേഡ് ഡീലുകളാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് UK, രണ്ടാമത് നമ്മൾ ഒമാൻ, അതിനുശേഷം ന്യൂസിലൻഡ്, 4ാമത് നമ്മൾ യൂറോപ്യൻ യൂണിയനോട്ട് സൈൻ ചെയ്തു. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൈനയും US-ഉം ഉണ്ടായിരുന്ന ട്രേഡ് വാറിനകത്ത് അവിടുന്ന് ഒരുപാട് കമ്പനികൾ അവിടുന്ന് അവരുടെ ആസ്ഥാനം ചൈനയിൽ നിന്ന് മതിയാക്കിയിട്ട് പല മേഖലയിലേക്കും പോയി. അതിനകത്ത് വിയറ്റ്നാം, ഇന്ത്യ, മലേഷ്യ, തായ്ലൻഡ്, ഇങ്ങനെയുള്ള അതിനകത്തൊരു മെജോറിറ്റി ഓഫ് ദ കമ്പനികളൊക്കെ വന്നത് ഇന്ത്യയിലാണ്. ഫോർ എൻ എക്സാമ്പിൾ നമ്മളിപ്പം ആപ്പിളിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിലും സാംസങ് ആണെങ്കിലും അതേമാതിരി വളരെ വിവിധ മേഖലകളിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും ഇന്നിപ്പോൾ തന്നെ നമ്മൾ ലോകത്തിലെ ആപ്പിളിൻ്റെ എക്സ്പോർട്ടിനകത്ത് നമ്മളിന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തി. നേരത്തെ നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പം ആ ഒരു മേഖലയിലേക്ക് നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വേണ്ടുന്ന സ്കില്ലുള്ള ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇല്ലാതായി. ഇപ്പം നമ്മൾ ഏതൊരു മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഒരു പ്രത്യേക ഡിവിഷൻ തന്നെ ഉണ്ട് സ്കിൽ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട്. ഈ സംവാദം ഇവിടെ അവസാനിക്കുന്നില്ല. AI ടെക്നോളജിയുടെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അംശുമ്മയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritweni Hair Elixir for Women. Azure Builders, building beyond blue.